പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, VK റോഡ്, നിലമ്പൂർ. ലോകകപ്പ് ഫുട്ബോൾ ആവേശം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ തന്റെ ശേഖരത്തിലേക്ക് ഒരു പിടി പത്രവാർത്തകൾ കൂടി ചേർക്കുകയാണ് നിലമ്പൂർ വെളിയംതോട് പുലിവെട്ടി അബ്ദുൽ കരീം എന്ന 68-കാരൻ. 1986 മെക്സിക്കോ ലോകകപ്പ് വിശേഷങ്ങളടങ്ങിയ വർത്തമാന പത്രങ്ങൾ ഉൾപ്പെടെ അമൂല്യ ശേഖരത്തിനുടമയാണ് അബ്ദുൽ കരീം. ഫുട്ബോൾ വാർത്തകൾക്കും അപ്പുറം പുരാവസ്തുക്കൾ, സ്റ്റാമ്പുകൾ, നാണയങ്ങൾ എന്നിവയും അബ്ദുൽ കരീം നിധി പോലെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. വീട്ടിലെ സ്വീകരണ മുറി പുരാവസ്തുക്കളാൽ നിറഞ്ഞിരിക്കുകയാണ്. 16-ാം വയസ്സിൽ സ്റ്റാമ്പ് ശേഖരണവുമായി തുടങ്ങിയ അഭിരുചിയാണ് ഇന്ന് ഫുട്ബോൾ വാർത്തകളടങ്ങിയ പത്രങ്ങളിലും മാഗസീനുകളിലും എത്തി നിൽക്കുന്നത്. കറൻസി കളക്ഷൻ ആണ് ആദ്യമായിട്ട് തുടങ്ങിയത്. കറൻസിനോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത്. അങ്ങനെ തുടങ്ങി പിന്നെ സ്റ്റാമ്പ് കളക്ട് ചെയ്യാൻ തുടങ്ങി. സ്റ്റാമ്പ് ഒരുപാട് വിധമുള്ള സ്റ്റാമ്പുകൾ എൻ്റെ കൈവശം സൂക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷമാണ് ഈ വേൾഡ് കപ്പ് പ്രസക്തി ആയതോടുകൂടി വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും കളക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ കളക്ഷനൊക്കെ വന്നത്. പിന്നെ ഈ സ്റ്റാമ്പും കറൻസിയും കോയിൻസും അല്ലാതെ കുറച്ച് പുരാവസ്തുക്കളും ഇതൊക്കെ ആയിട്ട് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, അറബി ഭാഷകളിലെ ഫുട്ബോൾ വാർത്തകൾ ഇദ്ദേഹത്തിന്റെ കൈവശമുണ്ട്. ഖത്തർ ലോകകപ്പിലെ വളണ്ടിയർ പാസും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ നാണയങ്ങളും അബ്ദുൽ കരീം നിധി പോലെ സൂക്ഷിക്കുന്നു. പിന്നെ പുസ്തകങ്ങളാണിത്. എല്ലാം ഖത്തറിനെ ഹൈലൈറ്റ് ചെയ്തുള്ള ഇതുകൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഖത്തറിന്റെ സെമി ഫൈനലും ഫൈനലും പിന്നെ ഖത്തർ ഇറക്കിയ ഏകദേശം എല്ലാ പേപ്പറും സംഘടിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 150 രാജ്യങ്ങളിലെ കറൻസികൾ, സ്റ്റാമ്പുകൾ, നാണയങ്ങൾ എന്നിവ ഇന്ന് വീട്ടിലെ കൗതുക ശേഖരത്തിലുണ്ട്. ഇത്തരം കളക്ഷനുകളുള്ളവരും ജില്ലാതല കൂട്ടായ്മയുടെ ഭാരവാഹി കൂടിയാണ് അബ്ദുൽ കരീം. ക്ലബിൽ 268ഓളം പേര് ഇപ്പം മെമ്പർമാരായിട്ടുണ്ട്. ജില്ലയിൽ നിന്ന് തന്നെ, മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം. അതേമാതിരി കോഴിക്കോട് ക്ലബ്ബുണ്ട്. കോഴിക്കോട് ക്ലബിൽ മെമ്പറാണ്. അപ്പൊ ഇത്തരം ക്ലബ്ബുകൾ ഉണ്ടായാൽ ഞങ്ങൾക്ക് ഈ എക്സിബിഷൻ ഇതൊക്കെ ബന്ധപ്പെട്ട് അതിനുള്ള സംവിധാനങ്ങൾ ഇതൊക്കെ അവർ പറഞ്ഞു തരും. അവർ കാര്യങ്ങൾ നടത്തും, ക്ലബ്ബ് നടത്തും. വീട്ടിൽ എന്തിനും കൂട്ടായി ഭാര്യ സക്കീനയുമുണ്ട്. പേരക്കുട്ടി അലിയ സെൻഹ ഇതേ പാതയിലാണ്. നാണയശേഖരണത്തിൽ തൽപരയായ പേരക്കുട്ടിയും വല്ലിപ്പയെ സഹായിക്കുന്നു. മക്കളിൽ വിദേശത്തുള്ള മുഹമ്മദ് റഫീഖ്, റമീഹ, നാട്ടിലുള്ള റിയ ജാസ്മിൻ എന്നിവരും ഉപ്പയുടെ കമ്പത്തിന് കൂട്ടാണ്. കഴിയുന്നത്ര ഇത് തുടരാനാണ് തയ്യൽ തൊഴിലാളിയായ അബ്ദുൽ കരീമിന്റെ ആഗ്രഹം. +2 പരാജയപ്പെട്ടവരാണോ നിങ്ങൾ? അതല്ല +2 മാർക്ക് കുറഞ്ഞതിൽ വിഷമിച്ചിരിക്കുകയാണോ? എങ്കിൽ SSLC +2 കഴിഞ്ഞവർക്ക് കേവലം 2 വർഷത്തെ പഠനം കൊണ്ട് 100% ജോലി സാധ്യതയുള്ള എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ കൂടെ +2 നേടിയെടുക്കാനുള്ള അവസരവും. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിലമ്പൂരിലും. കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള PSC അംഗീകരിച്ച 2 വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ ജോലിയും ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, VK റോഡ്, നിലമ്പൂർ. കോൺടാക്ട് 8921 573 500 9446 549 027.